പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 22-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, അവൻ 71-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. ജനിച്ചാൽ ഒരു ദിവസം മരിക്കണമെന്നുള്ളത് സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. 100 110 വയസ്സോ പ്രായമുള്ളവർ ലോകത്തിൽ കണ്ടേക്കാം. അവരും ഒരു നാൾ മരിക്കും. മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും മരണത്തിൻ്റെ സമയം മാത്രമേ നിശ്ചയമില്ലാതായിട്ടുള്ളൂ. മരണം നിശ്ചയമാണ്. നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മെ മരണത്തിൽ എത്തിക്കുന്നില്ല. ആദം ദമ്പതിമാർ പാപം ചെയ്തതിൽ കൂടെയാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത് എന്ന് വേദപുസ്തകം പറയുന്നു. വാർദ്ധക്യം ആശങ്കകളുടെ കാലമാണ്. ശരീരകോശങ്ങളുടെ വളർച്ച മന്ദീഭവിക്കുകയും ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനക്ഷമത കുറഞ്ഞു വരികയും ചെയ്യുന്നതിനാൽ മനുഷ്യൻ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. ഈ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഏകാന്തതകളും സാമ്പത്തിക പ്രതിസന്ധികളും കൂടിയാകുമ്പോൾ മനുഷ്യർ ശാരീരികമായും മാനസികമായും തളർന്നു പോകും. ദുരിതപൂർണമായ ഈ ജീവിതമൊന്നും അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല. നമ്മുടെ ശരീരമാകുന്ന വീടിൻ്റെ കാവലാര നമ്മുടെ കൈയാണ്. നമ്മുടെ ശരീരമാകുന്ന വീടിൻ്റെ കാവൽ എന്നും നമ്മുടെ കൈകളാണ്. കൈകൾ കൊണ്ടാണല്ലോ എല്ലാം നാം പ്രതിരോധിക്കുന്നത്. വയസ്സാകുമ്പോൾ കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടും. ശരീരത്തിൻ്റെ ശരീരത്തെ നിവർത്തി നിർത്തുന്നത് നമ്മുടെ നട്ടെല്ലാണ്. പ്രായമാകുമ്പോൾ പലർക്കും ശരിയായി നിവർന്നു നിൽക്കുവാൻ കഴിയില്ല. പലരുടെയും കയ്യിൽ ഒരു വടിയുണ്ടാകും. പ്രായമാകുമ്പോൾ പല്ലുകൾ കൊഴിയുന്നതിനാൽ പല ഭക്ഷണങ്ങളും വേണ്ടെന്ന് വെക്കും. കണ്ണിൻ്റെ കാഴ്ച മങ്ങും. ചിലരുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടും. കേൾവി ശക്തി കുറയും. ചിലർക്ക് തീരെ കേൾവി ഉണ്ടായിരിക്കുകയുമില്ല. ഭക്ഷണം കഴിക്കുവാൻ വളരെ സമയമെടുക്കും. ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെന്നും വന്നേക്കാം. പലർക്കും ഉറക്കം തീരെ ഇല്ലാതെ വരും. മറ്റു ചിലർക്ക് ചെറിയ ശബ്ദം പോലും അവിടെ ഉറക്കത്തെ കെടുത്തും. പ്രായമാകുമ്പോൾ ശബ്ദത്തിൻ്റെ വ്യക്തത നഷ്ടപ്പെടുകയും ചെയ്യും. സംസാരത്തിൽ പതർച്ച ഉണ്ടാവുകയും ചെയ്യും. സാഹസിക യാത്രകൾ നടത്തിയിരുന്നവർ പോലും വയസ്സാകുമ്പോൾ ഹല്ലേലൂയ യാത്രകൾ ആരോഗ്യ നിമിത്തം പല യാത്രകളും ഒഴിവാക്കും. ശരീരത്തിന് ബലം കുറയുകയാൽ കുഴിയിൽ വീഴുകയോ തട്ടിമറിഞ്ഞ് വീഴുകയോ ചെയ്യുമെന്നുള്ള ഭയം നിമിത്തം നടത്തം സാവധാനത്തിലാക്കും. മനോഹരമായി അലങ്കരിച്ച് സൂക്ഷിച്ച് കൊണ്ടു നടന്ന മുടികൾ നരയ്ക്കും. ശരീരത്തിൻ്റെ തൊലി ചുളുങ്ങും. ഒടുവിൽ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മരിക്കുമെന്നർത്ഥം. മൃതശരീരവുമായി മറ്റുള്ളവർ നമ്മെ ശവപ്പറമ്പിലേക്ക് ചുമന്നുകൊണ്ട് പോകും. അവസാനമായി പൊടി പണ്ട് ആയിരുന്നതുപോലെ നാം പൊടിയിലേക്ക് അലിഞ്ഞു ചേരും. ദൈവശബ്ദം ശ്രദ്ധിച്ച് ദൈവത്തെ അനുസരിച്ച് നിത്യതയ്ക്കായി കാത്തു പാർത്തിരുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ വാർദ്ധക്യകാലം അനുഗ്രഹമായിരിക്കുകയും നല്ല അന്ത്യം പ്രാപിക്കുകയും ചെയ്തതായി കാണുന്നു. പല നല്ല പ്രതീക്ഷകളോടും കണക്കുകൂട്ടലുകളോടും കൂടിയാണ് മനുഷ്യൻ തൻ്റെ ജീവിതം തുടങ്ങുന്നത്. നാളെ എന്ന ചിന്തയോടും കരുതലോടും കൂടെ ജീവിക്കുന്നവരും അങ്ങനെ അല്ലാത്തവരും ലോകത്തിൽ ഉണ്ട്.
പൗരോഹിത്യ ശുശ്രൂഷ ജീവിതം ചെയ്തിരുന്ന ജീവിതമാർഗമായി കരുതിയ ഏലി പുരോഹിതൻ പ്രമാണങ്ങളെക്കാളും ആത്മീയ അനുഭവത്തെക്കാളും വലുതായി കണ്ടത് തൻ്റെ മക്കളുടെ ശരീരപുഷ്ടിയും ആരോഗ്യവുമായിരുന്നു. മക്കൾ വൃത്തികേട് കാണിച്ചപ്പോഴും മാരകമായ പാപങ്ങളിൽ മുഴുകിയപ്പോഴും അവരെ ശാസിക്കുകയോ നിലയ്ക്ക് നിർത്തുകയോ ചെയ്തില്ല. എന്നാൽ അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും പിന്നീട് താൻ ഏറ്റുവാങ്ങി. 98 വയസ്സുള്ള ആ വൃദ്ധൻ്റെ അന്ത്യം വളരെ ശോകപൂർണമായിരുന്നു. ശലോമോൻ തൻ്റെ ജീവിത ആരംഭം നല്ല നിലയിലായിരുന്നു. യഹോവയ്ക്ക് പ്രിയനെന്ന അർത്ഥത്തിൽ അവന് ശലോമോൻ എന്ന പേരും ലഭിച്ചു. എന്നാൽ പിന്നത്തേതിൽ ആ മോൻ സാത്താൻ്റെ മകനായി തീർന്നു. പ്രിയ ദൈവവൈതലേ, നാം ചിന്തിച്ചതുപോലെ അനേകരുടെ വാർദ്ധക്യം ആശങ്കകളും ആകുലതകളും നിറഞ്ഞതാണെങ്കിലും അനേക ദൈവഭക്തന്മാർ തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ വളരെ ഫലം കായ്ച്ചിരുന്നു എന്ന് തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്നു. മോശ, കാലേബ്, അഹിയ പ്രവാചകൻ, ശിമയോനും ഹന്ന പ്രവാചകിയും അനേക ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവളും അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയവളുമായിരുന്നു നവോമി. ആകയാൽ പ്രിയ ദൈവവേദിലെ അവരൊക്കെയും വാർദ്ധക്യകാലം അനുഗ്രഹമാക്കി തീർത്തു. നമ്മുടെ വാർദ്ധക്യകാലവും അനുഗ്രഹമായി തീരുവാൻ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവകൃപയോടുകൂടെ നമുക്ക് നിൽക്കാൻ കഴിയുമോ? ആകയാൽ പ്രായം കൂടുന്നതോർത്തോ ശരീരം ബലഹീനതാകുന്നതോർത്തോ നാം നിരാശപ്പെടേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ വഴികളിൽ തുടർന്നും നടന്നുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ദൈവം നമ്മുടെ ഭാരങ്ങൾ വഹിച്ചുകൊള്ളും. നരയോളം ചുമക്കുമെന്നും അന്ത്യത്തോളം വഴി നടത്തുമെന്നും വാഗ്ദത്തം ചെയ്തവൻ വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല. നമ്മെ പാതി വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല. വാർദ്ധക്യകാലത്തിൽ മക്കൾ നമ്മെ ഉപേക്ഷിച്ചെന്ന് വരാം. സ്നേഹിതർ, സഹോദരങ്ങൾ എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചെന്ന് വരാം. എന്നാൽ നരയോളം ചുമക്കുന്ന ദൈവം, അന്ത്യത്തോളം നടത്തുന്ന ദൈവം, ഒരു നാളും കൈവിടാതെ ഒരു നാളും ഉപേക്ഷിക്കാതെ നമ്മെ പരിപാലിക്കുന്ന ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ, നമ്മുടെ ആഗ്രഹങ്ങളുടെ നടുവിൽ, നമ്മുടെ അവസ്ഥകളിൽ, നമ്മുടെ സാഹചര്യങ്ങൾ സകലത്തിലും കരുതുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ തുടർന്നും നടന്നുകൊണ്ട് അനുസരണയോടുകൂടെ നടന്നുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ എല്ലാം വഹിക്കുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേ, വാർദ്ധക്യകാലത്ത് തള്ളിക്കളയാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടുന്നു, വാർദ്ധക്യകാലത്തു നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. ലോകം കുഞ്ഞെ നിന്നെ ഉപേക്ഷിച്ചെന്ന് വരാം. നീ സ്നേഹിച്ചവർ നിന്നെ ഉപേക്ഷിച്ചെന്ന് വരാം. നിന്നെ ചേർത്ത് നിർത്തിയവർ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം. നീ പ്രതീക്ഷിച്ചവർ സ്വത്രം നിന്നെ പരിഹസിച്ചെന്ന് വരാം. ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ചേർത്ത് നിർത്തുന്ന, വാർദ്ധക്യത്തിലും നരയോളം അന്ത്യത്തോളം ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. ഇന്ന് പ്രഭാതം നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന വാർദ്ധക്യത്തിലായാലും ഏകാന്തതയുടെ അനുഭവങ്ങളിലായാലും രോഗബലഹീനതയിലായാലും മാനസിക നിരാശകളിൽ ഏതൊക്കെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന തൻ്റെ മക്കളെ തള്ളിക്കളയാതെ കരുതുന്ന ആ ദൈവകരം എന്ന പകൽ അവരെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യണം. തൻ്റെ മക്കൾക്കായി ഈ ദിവസങ്ങളിൽ പുത്തൻ വാതിലുകൾ തുറക്കണം. ഈ 8-ാം മാസം കർത്താവേ സ്തോത്രം, സന്തോഷത്തിൻ്റെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗം അത്ഭുതം ചെയ്യും. മഹത്വം പങ്കെടുക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.